നമസ്കാരം, ശ്രീധരായാണ്. അപ്പൊ ഏതായാലും നമ്മളൊക്കെ വിചാരിച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഏതെന്ന ചോദ്യം എഴുതിയ ആ അധ്യാപകനിതെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും എന്ത് സസ്പെൻഷൻ കൊടുത്താലും ചരിത്രപരമായിട്ട് തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് നിവർന്ന് നിന്ന് സന്തോഷത്തോടെ ഈ ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന കുറെ ആളുകളുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ നിവർന്ന് നിന്ന് കമന്റ് ഇടാനൊക്കെ ഒരു അവസരം ഉണ്ടായത്, ചങ്കുറ്റത്തോടെ ഇങ്ങനെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാനുള്ളൊരു ഒരു അവസരം ഉണ്ടായത് ഈ വീര സവർക്കറെ പോലുള്ള ആളുകള് ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിക്കോ, സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഷൂ നക്കി എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ വരും. ഈ വീഡിയോന്റെ അടിയിലും വരും, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി 10-27 വർഷം സ്വന്തം ജീവിതം ജയിലിനുള്ളിൽ ബലി കഴിച്ച് അപമാനങ്ങളും പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാ ഇത്തരം കാലഘട്ടം കഴിഞ്ഞിട്ടും ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം വരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയണ ഈ അധ്യാപകന് സസ്പെൻഷൻ കൊടുത്തത്. ഏതായാലും ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് അത് വീര സവർക്കർ, ഈ പറയണ കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ ഭരിക്കണത്. ആർക്ക് വേണ്ടിയാണ് ഭരിക്കണമെന്ന് അറിയാം. അവരുടെയൊക്കെ ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രി പറഞ്ഞ വീര സവർക്കറിന്റെ സ്റ്റാമ്പൊക്കെ ഇറക്കിയത് ഈ പറയണ ഇന്ന് ഈ കേരളം ഭരിക്കണ ഈ അധ്യാപകന് സസ്പെൻഷൻ കൊടുത്ത കേരളം ഭരിക്കണ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. അതും എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആരോഗ്യം സുഖിപ്പിക്കാൻ, എന്തിനാണ് സുഖിപ്പിക്കണം? നമ്മളൊക്കെ നിവർന്ന് നിൽക്കാൻ വേണ്ടി, ഇങ്ങനെ അഭിപ്രായം പറയാൻ വേണ്ടി ദുരിതം അനുഭവിച്ച് ജയിലിൽ കിടന്ന മനുഷ്യനേക്ക് ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഏതായാലും കോടതി ചെന്ന് കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭരണപരമായിട്ട് ആരോഗ്യം സംരക്ഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിൽ ഉറപ്പായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യത്തിൽ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കമന്റ് ഇടുന്ന ആളുകള്, ഇനി നിങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകള് വീര സവർക്കർ എന്ന് വിളിച്ച ആ ധീര സ്വാതന്ത്ര്യ സമര സേനാനിന ഇനിയും അപമാനിച്ചു കൊണ്ടിരിക്കണെങ്കിൽ അതിന് കാലം ഒരിക്കലും മാപ്പ് തരൂലട്ട. കോൺഗ്രസ്സുകാരോടാണ്. നിങ്ങൾ ഈ അപമാനിച്ചുകൊണ്ടിരിക്കണ ആരുടെയൊക്കെയോ സന്തോഷത്തിന് വേണ്ടിയാണ്. കൃത്യമായിട്ട് അറിയാം, നമുക്കറിയാം. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കില്ല എന്നൊക്കെ ഭയങ്കര, ഇനി നരേന്ദ്രമോദി വെടിവെച്ചവരെ ആലപിക്കില്ലെന്ന് ഉണ്ണിത്താനൊക്കെ പറയാനായിട്ടുണ്ട്. ഇതേ വന്ദേ മാതരം കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വരെ പൂർണ്ണമായിട്ട് ആലപിച്ച കാര്യം നമുക്കറിയാം. അതുപോലെ പണ്ട് ഞാനൊരു കമന്റിൽ വായിച്ചാണ്, ഇന്ദിരാഗാന്ധിയോട് ആരോ ഇനി ഞങ്ങൾ ആലപിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇന്ദിരാഗാന്ധി കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്ത ഒരു ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം മറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും, യാതൊരു സംശയമില്ല. ഏതായാലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ആരാണ് വീര സവർക്കർ എന്ന്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര പരിഹസിച്ചാലും അപഹസിച്ചാലും ഇതിന്റെ അടിയിൽ വരും കമന്റുകൾ, സംശയമില്ല. കമന്റുകൾ ഇഷ്ടം പോലെ വരും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ട് ഭാരതത്തെ സ്നേഹിക്കണ, ഭാരതത്തിന് വേണ്ടി ഭാരതത്തെ ഈ നിലയിലാക്കാൻ പരിശ്രമിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിൽ അദ്ദേഹം നെഞ്ചത്തുണ്ട്. നിങ്ങൾ എഴുത് പറ. പക്ഷെ